Hello friends, welcome back to physics practical series. So today we are going to do the concave lens experiment. Concave lens എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം concave lens മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുക, convex lens കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ concave lensന്റെ focal length കണ്ടുപിടിക്കുക. So let's start. Aim is nothing but to find the focal length of a concave lens by contact method. അതായത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെന്റ്സ് എടുക്കുക. Then the apparatus, concave lens, convex lens, screen, illuminated wire gauge. As usual, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു candle ആണ്. Then the theory. Theory നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കാൻ മറക്കരുത്, കാരണം ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കോൺകേവ് ലെൻസ് എവിടെ വെക്കണം, കോൺവെക്സ് ലെൻസ് എവിടെ വെക്കണം എന്നുള്ളതിൽ. സോ ശ്രദ്ധിക്കുക, കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ മിഡിൽ പോർഷൻ തിൻ ആയിരിക്കും ആൻഡ് ഔട്ടർ സൈഡ് എഡ്ജ് എന്തായിരിക്കും, തിക്ക് ആയിരിക്കും. കോൺവെക്സിൽ മിഡിൽ പോർഷൻ തിക്ക് ആയിരിക്കും, ഔട്ടർ എഡ്ജ് എന്തായിരിക്കും, തിൻ ആയിരിക്കും. ക്ലിയർ? സോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളുടെ ഒബ്ജക്റ്റ് ഉണ്ടാകും, ഇൻ ബിറ്റ്വീൻ വി ആർ ഗോയിങ് ടു കീപ് ദ ലെൻസ്, ആഫ്റ്റർ ദാറ്റ് സ്ക്രീൻ. സോ സ്ക്രീനിനെ ഫേസ് ചെയ്തിട്ട് വെക്കുന്നത് എന്താണ്, കോൺകേവ് ലെൻസ് ആണ്. ആൻഡ് വയർ ഗേജിനെ അഥവാ നമ്മുടെ ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്തിട്ട് വെക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. സംടൈംസ് നിങ്ങൾക്ക് സ്കൂളിൽ രണ്ട് ഡിഫറെന്റ് സ്റ്റാൻഡിലാക്കിയിട്ട് വെക്കാം, പക്ഷേ ഐ തിങ്ക് അതിനേക്കാളും കുറച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഒരു സ്റ്റാൻഡിൽ തന്നെ രണ്ടും കമ്പൈൻ ചെയ്ത് വെക്കുന്നതാണ്. അത് പ്രോപ്പർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഈസിലി. ഓക്കെ, സോ ദ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ ഈസ് ഈസി ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇവിടെ കോൺവെക്സ് ലെൻസിനെ ഞാൻ എഫ് ഡാഷ് എന്ന് എടുക്കുന്നു. ക്ലിയർ? സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വി ബൈ യു പ്ലസ് വി. സ്പെസിഫൈ ചെയ്യാൻ മറക്കരുത്, യു പ്ലസ് വി സ്പെസിഫൈ ചെയ്യാൻ മറക്കരുത്. യു എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് മിറർ. വി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. Between object and mirror. And V is the distance between image and mirror or lens. Here we are using lens. So U is the distance between object and lens. Clear? Then the next, the last equation, നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് എഴുതുന്നത്. സോ എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എഫ് ഡാഷ് ഹോൾ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് മൈനസ് എഫ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ആണ്, എഫ് ഡാഷ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. അതിവിടെ സ്പെസിഫൈ ചെയ്ത് വെക്കാം. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഫോൺസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ജസ്റ്റ് സ്പെസിഫൈ ചെയ്താൽ മതി നിങ്ങൾ ഏതാണ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ എഫ് ഇസ് കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് ആൻഡ് എഫ് ഡാഷ് ഇസ് കോൺവെക്സ് ലെൻസ്. Focal length of convex lens. Clear? So you have to remember this equation. Don't forget to specify the things. So the next, observations and calculations. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. സോ ദ സെയിം പ്രൊസീജിയർ നമ്മൾ കോൺവെക്സ് ലെൻസ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് യു വി മെത്തേഡ് വെച്ചിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു. യു വി മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, റഫ് ഫോക്കൽ ലെങ്ത് നമുക്ക് എത്രയാണോ കിട്ടിയത് അതിന്റെ ഡബിൾ എടുത്തിട്ട് നമ്മൾ യു വെക്കും, അല്ലെ? 10 ആണ് കിട്ടുന്നതെങ്കിൽ 20 വെക്കും. ദെൻ 20, 22 എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറേഞ്ച് ചെയ്യും. കറസ്പോണ്ടിങ് ഇമേജ് കിട്ടുന്ന ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. അതായത് ഇമേജും മിററും അല്ലെങ്കിൽ ഇമേജും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദ വീഡിയോ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കോൺവെക്സ് ലെൻസിന്റെ വീഡിയോ. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഔട്ട്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് സ്റ്റെപ്പ് ഡയറക്ട്ലി. ഇവിടെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ദെൻ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വി ബൈ യു പ്ലസ് വി. ക്ലിയർ? ദെൻ മീൻ ഫോക്കൽ ലെങ്ത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. Now the next thing,
കമ്പൈൻഡ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും കൂടി കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വെക്കുന്നു. ഒരു 20-25 എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ലെൻസും ഒബ്ജക്റ്റിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറേഞ്ച് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്നു. ക്ലിയർ? എവിടെയാണ് ഇമേജ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് ദെൻ f is equal to u into v by u plus v, ഫോക്കൽ ലെങ്ത് കാണുന്നു, മീൻ കണ്ടുപിടിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് we are going to substitute in the equation. Okay, so now we are going to do the experiment. Concave lens. Okay, concave lens എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കോൺകേവ് ലെൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കോണ്ടാക്ട് മെത്തേഡ് ആണ്. സോ കോൺവെക്സ് ലെൻസും നമുക്ക് വേണം, കോൺകേവ് ലെൻസും വേണം. കോൺകേവും കോൺവെക്സും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. കോൺകേവ് എന്തായിരിക്കും? കോൺകേവിന്റെ മിഡിൽ പോർഷൻ കുഴിഞ്ഞിട്ടായിരിക്കും ആൻഡ് എഡ്ജിന് തിക്നെസ് കൂടുതലായിരിക്കും. ആൻഡ് കോൺവെക്സിൽ മിഡിൽ പോർഷൻ കുറച്ച് തിക്ക് ആയിരിക്കും ആൻഡ് എഡ്ജ് പോർഷൻ എന്തായിരിക്കും? തിൻ ആയിരിക്കും. അതാണ് കോൺകേവും കോൺവെക്സും. സോ ഫസ്റ്റ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദാറ്റ് നമുക്ക് വേണ്ട അപ്പാരറ്റസ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സ്ക്രീൻ ആൻഡ് ദ ഒബ്ജക്ട്. നിങ്ങൾക്ക് കിട്ടുന്നത് വയർ ഗേജ് ആയിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാൻഡിലാണ്. ആൻഡ് ദ സ്റ്റാൻഡ് ആൻഡ് ദ ടു ലെൻസസ്. ക്ലിയർ? സോ ദ നെക്സ്റ്റ് തിങ്, ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡിലൂടെ എന്ത് ചെയ്യണം? നമ്മുടെ റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അത് നമ്മൾ ചെയ്തതാണ്. സോ ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട് നമ്മളുടെ കോൺവെക്സ് ലെൻസിന്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. സോ അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം യു വി മെത്തേഡ് യൂസ് ചെയ്തിട്ട് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. യു വി മെത്തേഡ് എങ്ങനെയായിരുന്നു ചെയ്യാം? റഫ് ഫോക്കൽ ലെങ്ത് എത്രയായിരുന്നോ അത് 10 ആയിരുന്നു നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. സോ അതിന്റെ ഡബിൾ എടുത്തിട്ട് യു ലെങ്ത് എന്ന് പറയുന്നത് ഒരു 20 ഒക്കെ വെക്കുക. ദെൻ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് ഇമേജ് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നത് നോക്കുക. അതായിരിക്കും നമ്മളുടെ, അതായത് ലെൻസും ആ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളുടെ വി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു 3-4 റീഡിങ്സ് മാറ്റി മാറ്റി ചെയ്ത് നോക്കുക. ആൻഡ് ടേക്ക് ദ മീൻ. f is equal to u into v by u plus v. ദെൻ മീൻ എടുക്കുക. then we will get the focal length. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അത് ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. ക്ലിയർ? യു വി മെത്തേഡും ഒബ്ജക്ട് ഡിസ്റ്റൻസ് മെത്തേഡും നമ്മൾ ചെയ്തിട്ടുണ്ട്. നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് കോൺകേവ് ലെൻസിന്റേതാണ്. സോ അപ്പാരറ്റസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കോൺകേവ് ലെൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്ട് വെക്കാം, ദെൻ നമ്മുടെ മിറർ സ്റ്റാൻഡ്, ദെൻ ദ സ്ക്രീൻ. ഓക്കെ, സോ ഇവിടെ ഞാനൊരു 20 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് എടുക്കുന്നത്. കാരണം കോൺവെക്സിന്റെ ചെയ്തപ്പോൾ നമ്മൾ ഒരു 20 അല്ലേ എടുത്തത്. സോ സെയിം വേ കോൺവെക്സിന്റേത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? കോൺവെക്സ് ലെൻസ് വെക്കുക. മേ ബി നിങ്ങൾക്ക് സ്കൂളിൽ 2 സ്റ്റാൻഡ് ആയിട്ട് ചെയ്യാം, ബട്ട് ഇറ്റ് വിൽ ബി ഈസി ഇൻ ദിസ് വേ. രണ്ടും ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ നമ്മൾ നമ്മളുടെ എക്സ്പെരിമെന്റിന്റെ ഇമ്പോർട്ടന്റ് ഭാഗത്തേക്ക് കടക്കുവാണ്. സോ ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്തിട്ട് വെക്കേണ്ടത് കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്തിട്ട് വെക്കേണ്ടത് കോൺവെക്സ് ലെൻസ് ആണ്. ആൻഡ് അതിന്റെ ബാക്കിലായിട്ടാണ് എന്ത് വെക്കുക? കോൺകേവ് ലെൻസ് വെക്കുക. വിച്ച് മീൻസ് സ്ക്രീനിന് ഫേസ് ചെയ്തിട്ടാണ് കോൺകേവ് ലെൻസ് വെക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കോൺവെക്സ് ലെൻസ് എടുത്തപ്പോൾ എന്തായിരുന്നു ചെയ്തത്? ഒബ്ജക്റ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 20 ആയിട്ട് മെഷർ ചെയ്ത് വെക്കുന്നു. ആഫ്റ്റർ ദാറ്റ് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് നോക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിറർ സ്റ്റാൻഡിന്റെ സെന്ററിൽ നിന്നും ഒബ്ജക്റ്റിന്റെ സെന്ററിൽ നിന്നുമാണ് നിങ്ങൾ മെഷർമെന്റ്സ് എടുക്കേണ്ടത് കേട്ടോ. സോ ദിസ് ഇസ് 20. സോ 20 സെന്റിമീറ്റർ യു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നൗ ഈ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് നോക്കുക. ഈ മിററും അല്ലെങ്കിൽ ഈ ലെൻസും സ്ക്രീനും തമ്മിലുള്ളതാണ് നമ്മളുടെ വി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇതേപോലെ 20 ആണ് നമ്മൾ ഇപ്പോൾ എടുത്തത്. നെക്സ്റ്റ് 22, 24 നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ആൻഡ് വി മെഷർമെന്റ്സും എടുക്കാം. ദാറ്റ്സ് ഇറ്റ്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദ വാല്യൂസ് ദാറ്റ് വി ഗോട്ട്. ഇവിടെ നമുക്ക് ഗ്രാഫ് ഒന്നും പ്ലോട്ട് ചെയ്യാനില്ല. ദാറ്റ്സ് വൈ ഒരു 3 റീഡിങ്സേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് ചിലപ്പം സ്പെസിഫൈ ചെയ്യും യു ഹാവ് ടു ടേക്ക് 5 to 6 റീഡിങ്സ്. അങ്ങനെയാണെങ്കിൽ അത്ര എടുക്കുക, അല്ലെങ്കിൽ ഒരു 4 റീഡിങ്സ് ഒക്കെ that's enough I guess. So the object distance, which is 20, 22, 24, and V is nothing but 20 and 19, 18. So focal length f is equal to 10,
10.1 and 10.2. So we will get the mean 10.1 centimeter. So f dash, which means focal length of convex lens, 10.1 into 10 raised to minus 2 meter. So now I'm going to write the values that we got. First one 20, 22, 24, and the corresponding V is 38, 37, 34. Then focal length u into v by u plus v, which means 20 into 38 by 20 plus 38. We will get 13.1, 13.7, and the last one 14. That's it. So the mean is nothing but 13.6 centimeter. 13.6 centimeter. Clear? So now I'm going to convert it into meter. F is equal to 13.6 into 10 raised to minus 2 meter. Okay, clear? The next, the calculation. Focal length of the given concave lens f is equal to f into f dash by f dash minus f. F dash എന്ന് പറയുന്നത് convex lens ന്റെയാണ്. So f is equal to how much? 13.6 centimeter. And f dash is equal to how much? 10.1. 10.1 centimeter. Clear? So we will get f is equal to 13.6 into 10.1 whole divided by 10.1 minus 13.6. Okay, clear? So the answer is, we will get minus 39.2 into 10 raised to minus 2 meter. That's it. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 39.2 into 10 raised to minus 2 meter. Clear? So we can write it over here. So the last one, result. Focal length of the given concave lens minus 39.2 into 10 raised to minus 2. That's it. I hope it's clear. There is no doubt. നമ്മളിപ്പോൾ 3 വീഡിയോസ് ചെയ്തു, convex, concave mirror and this concave lens. There is no confusion, I guess. Thank you. Target Learning App, Kerala's most trusted learning partner.